പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. ആരെങ്കിലും ദാനമായി തരുന്ന ഏതൊരു വസ്തുവും നമ്മുടേത് മാത്രമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഈശോ ദാനത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിച്ചു തരികയാണ്. ദാനമായി കിട്ടുന്നത് കൈമുതലാക്കി സൂക്ഷിക്കാനല്ല, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണ് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുക. നമുക്ക് ദൈവം ദാനമായി തന്ന കഴിവുകളാകാം, സമയമാകാം, എന്തുമായിക്കോട്ടെ, അത് മറ്റുള്ളവരുടെ നന്മയ്ക്കും സൗഖ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നിടത്താണ് നമ്മളിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നിറയപ്പെടുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിൻ്റെയും മാതൃക നമ്മളെയും ഒരിക്കൽ കൂടി പ്രചോദിപ്പിക്കട്ടെ. തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒട്ടനവധി ക്രൈസ്തവരുടെ ത്യാഗത്തിൻ്റെ കഥ നമ്മുടെ ഹൃദയങ്ങളെയും വിശാലമാക്കട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും ഈ പങ്കുവയ്ക്കലിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരിലും അവരുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഈശോയുടെ ആത്മാവ് നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.